ഞാൻ ഇവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഈ പയറിനി ഒന്ന് വറുത്ത് കൊണ്ടുവരാം. പയർ വറുത്തെടുക്കുന്നതിന് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഒരു അലുമിനിയം ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കുക. അതിന് ശേഷം ഇട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലതുപോലെ നല്ല പരുവത്തിൽ നമുക്ക് വറുത്ത് എടുക്കാൻ പറ്റും. ആറാനായി ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് ആറിയതിന് ശേഷം ഒന്ന് പിളർന്നെടുക്കാം. പയർ നമ്മൾ പിളർന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പിളർന്നെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ തൊലിയൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് വറുത്ത് പിളർക്കുന്നത്. ഇപ്പോൾ 3 കറക്ക് ഇറക്കുമ്പോഴത്തേക്ക് നല്ലവണ്ണം പിളർന്ന് കിട്ടും. ഇതിനി പാറ്റി ഇതിൻ്റെ തൊലി മാറ്റി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പയർ ഇവിടെ പിളർന്നെടുത്തിട്ടുണ്ട്, പാറ്റി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിനി കഴുകി കുക്കറിലിട്ടുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മൾ പയർ വെള്ളത്തിൽ ഒരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇനി ഇത് 7 ഉള്ളി പിളർന്നെടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളകാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലൊരു അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ചിലരൊന്നും ഇഞ്ചി ഇടത്തില്ല, എല്ലാവരും ഒന്നും ഇഞ്ചി ഇടത്തില്ല. പിന്നെ 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ട്. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് അരച്ചുകൊണ്ട് വരാം. ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെള്ളം അത് ആവശ്യത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് മുളകിട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ തീ ഓഫാക്കാം. കടുക് താളിച്ചത് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു പരിപ്പ് കറിയാണ്. ഇത് എല്ലാവർക്കും ആവശ്യമായിട്ട് വരും. ഓണായിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല പരിപ്പ് കറിയാണ്.